കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ വിഷയത്തിൽ അധ്യാപകൻ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിലെ വീഴ്ചയിലാണ് സസ്പെൻഷൻ. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് ഈ നടപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നു. പ്രശാന്ത്, ഹൈക്കോടതിയുടെ ഒരു വിമർശനം വന്നപ്പോൾ മാത്രമാണ് ഈ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്നതിലിപ്പോൾ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് അവിടുത്തെ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും കോടതി വിമർശനത്തിന് പിന്നാലെയാണ്. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. പലതവണ കോടതിയുടെ ഭാഗത്തും വിമർശനങ്ങൾ വരുന്നിരുന്നു. ഇത്രയും ഈ വീഴ്ചകൾ സംഭവിച്ചിട്ട് പോലും സുധീർ കല്ലനെതിരെ നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് നിരവധി തവണ വീഴ്ചകൾ സംഭവിച്ചിട്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് തുടർന്ന് കോടതിയുടെ ഭാഗത്തും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാം മുഖ്യപ്രതി റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ ചട്ടങ്ങൾ പാലിക്കാതിരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് റാമിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. കുടകിൽ നിന്ന്, അതായത് ഈ നിതിൻ രാജ് മരണപ്പെട്ടതിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കുടകിൽ നിന്ന് റാമിനെ അറസ്റ്റ് ചെയ്യുന്നത് പോലും ചട്ടങ്ങൾ പാലിക്കാതെയാണ്. ഇതേ തുടർന്ന് കോടതി അവിടെ വെച്ച് തന്നെ ജാമ്യം നൽകുകയായിരുന്നു. കണ്ണൂർ തലശ്ശേരി കോടതിയിൽ വെച്ച് ജാമ്യം നൽകുകയായിരുന്നു. ജാമ്യത്തിന് ശേഷം പുറത്തിറങ്ങിയ ഡോക്ടർ റാമിനെ വീണ്ടും ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ ആയതോടുകൂടി തന്നെ റാമിനെ പുറത്തേക്ക് ഉള്ള വഴി തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിലൊക്കെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം ഉണ്ടായത്. അതായത് റാമിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയത്. ഇത്രയും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരായിട്ട് പോയിട്ട് എന്തുകൊണ്ട് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തിയത്? ഇതൊക്കെയാണ് ഇത്തരത്തിലൊരു പ്രതിയെ രക്ഷപ്പെടുന്ന നിലയിലേക്കൊക്കെ എത്തിയത് എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പലതവണ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കോടതി MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ DYSP സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി ചോദിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ വയ്ക്കുന്നത് നല്ലതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്ത് വന്നതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾ വന്നതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ എന്ന നിലയിലേക്കൊക്കെ എത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ നാണക്കേട് ആഭ്യന്തര വകുപ്പിനുണ്ടാക്കി തീർത്ത സംഭവമാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ളത്. പലതവണ കോടതി ഈ കാര്യങ്ങളിൽ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് തുടർന്ന് ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് സസ്പെൻഷൻ നൽകണം എന്ന നിലയിലേക്കൊക്കെ എത്തുകയും സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്.